നമസ്കാരം, ഐറാസ് പാരഡൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഷിഗല്ല എന്ന രോഗത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഷിഗല്ല എന്ന നാമം വന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. അതിന് നമ്മൾ കുറച്ച് ബാക്കോട്ട് പോകണം. 1897 ജപ്പാനിൽ ഇത്തരത്തിലുള്ള അണുബാധ മൂലം ഭയങ്കര വയറിളക്കവും വയറുവേദനയൊക്കെ ഉണ്ടായി. അവിടെയുള്ള ആളുകളൊക്കെ വല്ലാണ്ട് വലഞ്ഞു. അതിന് എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് കണ്ടുപിടിച്ചാലല്ലേ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഏത് ബാക്ടീരിയ എന്ന് കണ്ടുപിടിക്കാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ ഒരിക്കൽ ജാപ്പനീസിൽ നിന്നുള്ളൊരു ഫിസിഷ്യൻ, അയാളുടെ പേരാണ് കിയോഷി ഷിഗ, ഇയാളാണ് ഇതൊരു അണുബാധയാണ്, ഇത്തരത്തിലുള്ള ബാക്ടീരിയ ആണെന്ന് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഷിഗല എന്ന നാമം വന്നത്. കുടലിൽ അണുബാധ ഉണ്ടായി ഷിഗലോസിസ് എന്ന രോഗത്തിന് കാരണമായതോടെയാണ് ഇതെല്ലാം നമ്മുടെ വാർത്തകളിൽ ഷിഗല എന്നത് വ്യാപിച്ചത്. ഷിഗലോസിസിന്റെ ലക്ഷണങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യമായി തന്നെ കടുത്ത വയറുവേദന, വയറിളക്കം, പനി, ഛർദി, ഓക്കാനം. ഇത് 3 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിന്നേക്കാം. അതുപോലെ തന്നെ റിയാക്റ്റീവ് ആർത്രൈറ്റിസ്, വയറിൽ കൊളുത്തി പിടിക്കുന്ന വേദന, ഡീഹൈഡ്രേഷൻ. ഈ അണുബാധ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇവയെല്ലാമാണ് മെയിനായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. എങ്ങനെയാണ് ഈ ഷിഗല രോഗനിർണയം നടത്തുന്നത് നമുക്ക് നോക്കാം. മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ തന്നെയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ മലം പരിശോധന വഴിയും നമുക്കിത് കണ്ടെത്താൻ പറ്റുന്നതാണ്. 7 ദിവസത്തിൽ കൂടുതൽ ഈ ലക്ഷണങ്ങൾ നീണ്ടു നിന്നേക്കാം. അടുത്തതായി പറയാൻ പോകുന്നത് നമ്മൾ എന്തെല്ലാം കരുതലാണ് ഇത് വരാണ്ടിരിക്കാൻ എടുക്കേണ്ടത് എന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് വാങ്ങിക്കുന്നത് നന്നായി കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കണം. രണ്ടാമതായി നമ്മൾ ഉപയോഗിച്ച, അതായത് മലിനമായ ഡൈപ്പേഴ്സ് നമ്മൾ മൂടി വെച്ചതിന് ശേഷം വേസ്റ്റ് ബിന്നിൽ ഇട്ടതിന് ശേഷം അത് നശിപ്പിച്ച് കളയുക. അതുപോലെ തന്നെ നമ്മൾ വൃത്തിയുള്ള വെള്ളം മാത്രം കുടിക്കുക. അതുപോലെ തന്നെ വൃത്തിഹീനമായ വെള്ളം ഒരിക്കലും നമ്മൾ കുടിക്കരുത്. കുളത്തിലോ പുഴയിലോ ഒക്കെ നമ്മൾ കുളിക്കാനോ നീന്താനോ ഒക്കെ പോകുന്നതിന് ശേഷം ഒരിക്കലും ആ വെള്ളം നമ്മുടെ മൂക്കിലോ മറ്റ് അവയവങ്ങളിലോ വെള്ളം കയറാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ രോഗബാധിതരുടെ മലത്തിൽ നിന്നാണ് ഈ ബാക്ടീരിയ വേഗം സ്പ്രെഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ ശുചിമുറിയിലൊക്കെ പോയതിനു ശേഷം കൈകൾ നന്നായി കഴുകി വൃത്തിയാക്കി എന്ന് ഉറപ്പുവരുത്തുക. അവർ തൊടുന്ന ഏതെങ്കിലും പ്രതലത്തിൽ നിന്ന് വരെ ഈ ബാക്ടീരിയ നമുക്ക് സ്പ്രെഡ് ആയേക്കാം. ഈ രോഗബാധിത ഉള്ളവർ അവരുടെ കൈകൾ കഴുകാതെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തന്നാൽ പോലും അതിൽ നിന്ന് പോലും ഈ ബാക്ടീരിയ സ്പ്രെഡ് ആവാൻ ചാൻസസ് ഏറെയാണ്. ഇനി ഈ ഷിഗല്ല എന്ന രോഗം എങ്ങനെയാണ് പകരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഷിഗല്ലയുടെ ആരംഭം മുതൽ ഷിഗലോസിസ് എത്തുന്നത് വരെ ഇത് 3 ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്ന് പറയുന്നത് നമ്മുടെ കൈകളാണ്. കൈകളിൽ നിന്ന് മലം, പിന്നെ അത് നമ്മുടെ വയറിലേക്ക് സഞ്ചാരം. ഇതാണ് ഈ ബാക്ടീരിയയുടെ സഞ്ചാര രീതി എന്ന് പറയുന്നത്. അടുത്തായി പറയാൻ പോകുന്നത് എപ്പോഴാണ് ഈ ബാക്ടീരിയ നമ്മളുടെ ശരീരത്തിൽ പ്രവേശിക്കുക എന്നതിനെ കുറിച്ചാണ്. ഷിഗല്ല എന്ന ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം 1-2 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങത്തുള്ളൂ. പിന്നെ കൂടുതലായിട്ട് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഈ ഷിഗല്ല എന്ന വൈറസ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യാൻ ചാൻസസ് കൂടുതൽ. എന്ന് വെച്ച് മറ്റ് പ്രായക്കാർക്ക് വരില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് ഞാൻ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഏത് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്നത് എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാൻ ശ്രദ്ധിക്കാം.